നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്തെ അർബുദം അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. അർബുദ നിർണയങ്ങളിൽ 1% മാത്രമാണ് കുട്ടികളിലെ അർബുദം. നേരത്തെ തന്നെ രോഗനിർണയം നടത്തുന്നത് അതിപ്രധാനമാണ്. കുട്ടികളിലെ അർബുദത്തിന്റെ ചില ലക്ഷണങ്ങൾ കുട്ടികൾക്ക് സാധാരണമായി കാണപ്പെടുന്ന പൊതുരോഗങ്ങളുടേത് തന്നെ ആകാം എന്നത് രോഗനിർണയം വൈകിപ്പിക്കും. കുട്ടികളിലെ അർബുദമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബംഗളൂരുവിലെ രാമയ്യ മെമ്മോറിയൽ ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രശ്മി പാലിശ്ശേരിയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ അർബുദം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗമായി തന്നെയാണ് നമുക്കിപ്പോഴും അത് അങ്ങനെ തന്നെ കരുതാൻ കഴിയുള്ളൂ. ആർക്ക് ഈ രോഗം വന്നാലും നമുക്കൊരു ഭയമാണ്, അല്ലെങ്കിൽ ആർക്കും ഈ രോഗം വരരുത് എന്ന് മാത്രമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും പക്ഷേ അത് കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായാലും അല്ലെങ്കിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അത് താങ്ങാനാവാത്ത ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് ഡോക്ടർ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളിൽ ഈ രോഗം വരാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുതിർന്നവരെ വെച്ച് നോക്കുമ്പോൾ, അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അതിൽ താഴെയുള്ള കുട്ടികളിൽ ക്യാൻസർ അഥവാ അർബുദം വരുന്നത് കുറവാണ്. പക്ഷെ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിലെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു ചെറിയ സംഖ്യ കൂടെ വളരെ പ്രധാനമാണ്. സോ നമുക്ക് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഡേറ്റ വെച്ച് ഇത് നമുക്ക് പറയാൻ പറ്റും. സോ ഗ്ലോബോകാൻ 2022 എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് 2022 റിലീസ് ചെയ്ത് മൊത്തം വേൾഡിൽ മൊത്തമായിട്ടുള്ള ക്യാൻസറിന്റെ ഇൻസിഡൻസിനെ പറ്റി റിപ്പോർട്ട് ചെയ്തതായിരുന്നു. അതേപോലെ ഇന്ത്യക്ക് ഒരു നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം അഥവാ NCRP അതിന്റെ റിപ്പോർട്ട്സും ഉണ്ട്. സോ ഇന്ത്യയില് ഒരു വർഷത്തില് പുതിയതായിട്ട് ഏകദേശം 14-15 ലക്ഷം ജനങ്ങൾക്ക് പുതിയ ക്യാൻസർ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 14 വയസ്സോ അതിന് താഴെയുള്ള കുട്ടികളുടെ ശതമാനം ഏകദേശം ഒരു 4%. പോപ്പുലേഷൻ ബേസ് രജിസ്ട്രി വിട്ട് ഹോസ്പിറ്റൽ ബേസ് രജിസ്ട്രീസ് കുറെ വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഡേറ്റ പബ്ലിഷ് ചെയ്തതിൽ ഒരു 2015-2016 ഒക്കെ പബ്ലിക്കേഷൻസിൽ കൊല്ലത്തില് മേ ബി 50,000 കുട്ടികൾക്ക് പുതിയതായിട്ട് ഇന്ത്യയിൽ ക്യാൻസർ ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പർ ഇപ്പോ ഏകദേശം 1 ലക്ഷത്തോളം എത്തിയിരിക്കാനാണ് സാധ്യത. നമ്മള് മൊത്തം ലോകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം ഏകദേശം 4 ലക്ഷം കുട്ടികളാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് അർബുദം സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗണ്യമായ ഒരു ഭാഗം ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾ അഥവാ ലോ മിഡിൽ ഇൻകം കൺട്രീസിലാണ്. ഇന്ത്യയിലത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ രക്താർബുദം അഥവാ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ്. അത് ആൺകുട്ടികളിൽ പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ചെറുതായി ശതമാനം കൂടുതലാണ്. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ഈ മുതിർന്നവരാകുമ്പോൾ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കേട്ടറിവോ ഒക്കെ ആയിട്ട് ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കുഞ്ഞുങ്ങളിൽ ഈ രോഗം വരുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ സാധ്യതയില്ല. തീരെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഈ മാതാപിതാക്കളാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളാണ് ഈ കുട്ടികളുടെ അർബുദത്തിൽ വരാൻ സാധ്യതയുള്ളത്? സോ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് പറയാൻ അവർക്ക് കഴിയില്ല. സോ പലപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ചില ലക്ഷണങ്ങൾ കണ്ട് കുട്ടികളെ ഡോക്ടറുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു 5-6 പറയുകയാണെങ്കിൽ, കാരണമില്ലാതെ വരുന്ന നീണ്ടു നിൽക്കുന്ന പനി. കുട്ടികളിൽ പനി വരുന്നത് അത്ര റെയർ അല്ല. പക്ഷെ മാസത്തില് 1-2 പ്രാവശ്യം വരിക, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ വിട്ടു നിൽക്കാതെ നിൽക്കുന്ന പനി. അതിന്റെ കൂടെ തന്നെയുള്ള വേറെ കുറച്ച് ലക്ഷണങ്ങൾ, അതായത് തൂക്കം കുറയുന്നത്. കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ തൂക്കം കൂടിക്കൊണ്ടിരിക്കും, കാരണം അവർ വളർച്ചയുടെ ഒരു പീരീഡിലാണല്ലോ. പക്ഷെ മതിയായ ആഹാരം കഴിഞ്ഞിട്ടും ശരീരഭാരം കുറയുന്നത്, കുട്ടികളിലെ ക്ഷീണം, വിളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പാലർ എന്ന് പറയും, അത് ഹീമോഗ്ലോബിൻ കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ ചെറിയ ചെറിയ തട്ടും മുട്ടും ഒക്കെ വരുമ്പോൾ വല്ലാതെ കല്ലപ്പ്, ചർമ്മത്തിൽ കാണുന്ന ചുവന്ന പാടുകൾ, അത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ, രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും അകാരണമായി രക്തസ്രാവം ഉണ്ടാവുന്നത്, മുഴകളോ തടിപ്പുകളോ
അത് കുട്ടികളിൽ കാണുന്ന ലിംഫോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ. അത് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് കുട്ടികളിൽ. അതിലാവുമ്പോൾ നമ്മൾ കഴുത്തിൽ അല്ലെങ്കിൽ ഈ ഒടിയിൽ, കാലിന്റെ ഒടിയിലൊക്കെ കഴല എന്ന് പറയും മലയാളത്തില്. അത് ബേസിക്കലി ഈ ലിംഫ് നോട്ട്സ് എൻലാർജ് ചെയ്ത് വരുന്നതാണ്. അതല്ല ഇനി വയറിനകത്ത് ലിവറിലോ കിഡ്നിയിലോ ഒക്കെ ഉണ്ടാവുന്ന ട്യൂമേഴ്സ് ആണെങ്കിൽ വയറിനകത്തായിരിക്കും ഇതുപോലെയുള്ള മുഴയോ തടിപ്പോ ഒക്കെ. അപ്പൊ കുട്ടികളെ മേല് കഴുകിക്കുമ്പോൾ അല്ലെങ്കിൽ എണ്ണ തേപ്പിക്കുമ്പോൾ ആ വയറിലെ തടിപ്പ് ഫീൽ ചെയ്യുന്നതാണ്. അതേപോലെ ഒരു ഫൈൻഡിങ് ആണ് സാധാരണ വളർച്ചയുടെ സമയത്ത് കുട്ടികൾ കാലുവേദന എന്ന് പറയും. പക്ഷെ രാത്രി കാലങ്ങളിൽ വർദ്ധിക്കുന്ന കഠിനമായ അസ്ഥിവേദന അല്ലെങ്കിൽ സന്ധിവേദന, പിന്നെ കണ്ണിനകത്തെ മാറ്റം, അതായത് കൃഷ്ണമണിയിൽ നമ്മളൊരു വെളുത്ത നിറം കാണാം. സാധാരണ നമ്മൾ ഫോട്ടോയിലൊക്കെ ചില സമയത്ത് കൃഷ്ണമണിയുടെ അകത്ത് ചുവന്ന നിറമാണ് കാണാം. അതിന് റെഡ് റിഫ്ലക്സ് പറയും. അത് നോർമലാണ്. അതിന് പകരമായിട്ട് അവിടെ വൈറ്റ് കളർ കാണുകയാണെങ്കിൽ വൈറ്റ് റിഫ്ലക്സ് എന്ന് പറയുന്നത് കണ്ണിനകത്തുള്ള റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. സോ ഇതൊക്കെയാണ് കുട്ടികളിൽ സാധാരണമായി വരുന്ന ക്യാൻസറുകളുടെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇപ്പോൾ ഡോക്ടർ, ഈ ലക്ഷണങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഇനി ഇത് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? കാരണം നമുക്ക് വലിയ ആളുകൾക്കൊക്കെ ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തും, ഓരോ ക്യാൻസർ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? ഏതൊക്കെ ടെസ്റ്റുകളാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നടത്തുന്നത്? ഈ ടെസ്റ്റുകൾ ഓൾമോസ്റ്റ് വലിയ ആൾക്കാരിൽ ചെയ്യുന്ന അതേ പരിശോധനകളൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടികളിലും ചെയ്യുക. വളരെ ലളിതമായ ചില ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ രക്തപരിശോധന മുതൽ വളരെ സങ്കീർണമായ ഇമേജിങ് അഥവാ സ്കാനിങ് വരെ ആവശ്യമായിട്ട് വന്നേക്കാം. കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസറിന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ CBC എന്ന് പറയും. അതിൽ തന്നെ നമുക്ക് സൂചനകൾ ലഭിക്കും. ഇപ്പോ വയറിനകത്ത് മുഴയായിട്ട് അല്ലെങ്കിൽ ഓർഗൻസിൽ വരുന്ന ക്യാൻസറിന് നമ്മൾ സാധാരണ സ്കാൻസ് അല്ലെങ്കിൽ റേഡിയോളജി ഇമേജിംഗ് എന്ന് പറയും. അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI, ചില കേസിൽ PET CT സ്കാൻ, ഇതൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. നമ്മൾ ക്യാൻസർ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനും ആ ക്യാൻസറിന്റെ പേരറിയാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും നമ്മളെപ്പോഴും ഒരു ബയോപ്സി ആവശ്യം വരും നമുക്ക്. അത് എവിടെ നിന്നാണ് ക്യാൻസർ ഉടലെടുക്കുന്നതനുസരിച്ചിരിക്കും എവിടെ നിന്നാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. ഈ ബയോപ്സി ചെയ്ത് കിട്ടുന്ന ആ ഒരു ടിഷ്യൂല് പിന്നെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി, സൈറ്റോജെനറ്റിക്സ്. നമുക്ക് ഇപ്പൊ അറിയാം ക്യാൻസർ ഉണ്ടാവുന്നത് ചില ജനറ്റിക് ചേഞ്ചസ് നമ്മുടെ കോശങ്ങളുടെ അകത്ത് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ജനറ്റിക് ചേഞ്ചസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ചിലപ്പോൾ അത് പ്രകാരം നമുക്ക് ആ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ക്യാൻസറിന്റെ ഒരു റിസ്ക് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് കുട്ടികളിലും അർബുദം സ്ഥിരീകരിക്കുന്നതിന് ചെയ്യുന്ന പരിശോധനകൾ. കുറച്ചു മുമ്പ് പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള ഒരു ക്യാൻസറാണ് കുഞ്ഞുങ്ങളിൽ വരുന്നതെന്നുള്ള. ഈ മുതിർന്നവരിൽ കാണപ്പെടുന്ന അർബുദങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന ക്യാൻസർ അത് ഏതാണ്? മുതിർന്നവരിൽ നമ്മൾ സാധാരണ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിലാണെങ്കിൽ, അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ. ഇപ്പൊ മെയിൽസിലാണെങ്കിൽ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശത്തിലെ ക്യാൻസർ. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്റ്റൈൻ അഥവാ കുടലിൽ നിന്നുണ്ടാവുന്ന ക്യാൻസർ, അല്ലെങ്കിൽ വയറിൽ നിന്നുണ്ടാവുന്ന ക്യാൻസർ. പക്ഷെ ഈ തരത്തിലുള്ള ക്യാൻസേഴ്സ് എല്ലാം കുട്ടികളിൽ വളരെ അപൂർവമാണ്. കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അർബുദം എന്ന് പറയുന്നത് രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ സാധാരണ കാണുന്നത് ലിംഫോമ, അതായത് നമ്മുടെ ലിംഫ് നോട്ട്സ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴല എന്ന് പറയുന്നത്. അപ്പൊ ലിംഫ് നോട്ട്സ് റൈസ് ചെയ്യുന്ന ക്യാൻസറിനെയാണ് ലിംഫോമ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറിനകത്ത് ഉണ്ടാവുന്ന ട്യൂമേഴ്സ്. അതിലുള്ള എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലത് നോൺ ക്യാൻസറസ് അഥവാ ബിനൈൻ ആയിരിക്കാം. പക്ഷെ അത് തലച്ചോറിനകത്തായത് കാരണം ട്രീറ്റ്മെന്റ്, സർജറിയും റേഡിയേഷനും ഒക്കെ വേണ്ടി വന്നേക്കാം. പിന്നെ അതുപോലെ കുട്ടികളിൽ മാത്രം കാണുന്ന ചില ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ എംബ്രിയോണൽ ട്യൂമേഴ്സ് എന്ന് പറയും. ന്യൂറോബ്ലാസ്റ്റോമ, വിൽൻസ് ട്യൂമർ, ഇതൊക്കെയാണ് എംബ്രിയോണൽ ട്യൂമേഴ്സ്. അത് നമ്മൾ കുട്ടികളിൽ മാത്രമേ, ഒരു 6 വയസ്സിന് താഴെയുള്ള പോപ്പുലേഷനിൽ മാത്രം കാണുന്ന ക്യാൻസേഴ്സ് ആണ്. അപ്പോൾ ടിപ്പിക്കലായിട്ട് 18 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളിൽ കാണുന്ന ക്യാൻസറുകളല്ല അതിന് താഴെയുള്ള ഏജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് കാണുന്നത്. കുഞ്ഞുങ്ങളിൽ ഈ അർബുദം വരാനുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാനുണ്ടോ ഏതെങ്കിലും കാരണം? സോ നമ്മള് മുതിർന്നവരിലാണെങ്കിൽ മിക്ക ക്യാൻസറുകൾക്കും ജീവിതശൈലിയുമായിട്ട് ഒരു സംബന്ധം ഉണ്ടാവും. പ്രത്യേകിച്ചും പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, ഇതിൽ നിന്ന് വരുന്ന ക്യാൻസറുകൾ. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷനുകൾ, ഫോർ എക്സാമ്പിൾ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഈ തരം വൈറൽ ഇൻഫെക്ഷനുകൾ കുറച്ച് നാൾ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നതിന് കൊണ്ട് ആ വൈറസ് ചില സെൽസിനകത്ത് ചേഞ്ചസ് ഉണ്ടാക്കി അതിൽ നിന്നുണ്ടാവുന്ന ക്യാൻസേഴ്സ് ഉണ്ടാവും. പക്ഷെ കുട്ടികളിൽ ഇത്തരം ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് അഥവാ ബാഹ്യ കാരണങ്ങൾ കുറവാണ്. അപ്പോൾ കുട്ടികളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽസിന്റെ വളർച്ചയെ DNA ഉണ്ടല്ലോ, ജീൻസ് DNA,
അതിലുണ്ടാകുന്ന ചില ചേഞ്ചസ്, അതിന് നമ്മൾ മ്യൂട്ടേഷൻസ് ആണ് പറയാം. ഇതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. മിക്ക കേസസിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോ ഒന്നുകിൽ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ അതിനുശേഷമോ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങള് അഥവാ മ്യൂട്ടേഷൻസ് മിക്ക കേസസിലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതല്ല. നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം, എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് ഉണ്ടാവുന്നത്. മേ ബി ഓവർ എ പീരിയഡ് ഓഫ് ടൈം നമ്മൾ റിസർച്ച് ഒക്കെ അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനും നമുക്കൊരു ഉത്തരം കിട്ടിയേക്കാം. ഈ പാരമ്പര്യ രോഗമായിട്ട് ക്യാൻസർ വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? എല്ലാ അർബുദങ്ങളും പാരമ്പര്യമല്ല. നമ്മള് ഇപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഒരുപാട് അവയർനെസ് വരുന്ന സ്ഥിതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒവേറിയൻ ക്യാൻസർ, ഈവൻ കുടലിന്റെ ക്യാൻസർ, ഇതിനൊക്കെ ഒരു ഹെറിഡിറ്ററി പാറ്റേൺ ഉണ്ട്. എന്നാൽ കുട്ടികളിൽ അത് അത്ര കോമൺ അല്ല. ഒരു മേ ബി 5%-10% കുട്ടികളിൽ വരുന്ന ക്യാൻസറെ പാരമ്പര്യമായ ജനിതക മാറ്റങ്ങൾ, അതിന് ജേം ലൈൻ മ്യൂട്ടേഷൻസ് എന്നാണ് പറയുക, ജേം ലൈൻ ക്യാൻസർ കോസിംഗ് മ്യൂട്ടേഷൻസ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളിൽ വരുന്ന ക്യാൻസേഴ്സിൽ ഒരു 5%-ഓളം ക്യാൻസേഴ്സേ ആ കാരണം കൊണ്ട് വരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ ആണ് കുട്ടികളുടെ കണ്ണിനകത്ത് കാണുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ. അതുപോലെ ഈ ബോൺസിൽ നിന്ന് വരുന്ന ഓസ്റ്റിയോസാർക്കോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ. ഈ തരം ക്യാൻസേഴ്സ് ചിലപ്പോൾ ജനറ്റിക് ആയിട്ട് വന്നേക്കാം. വേറെയും റെയർ ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. പക്ഷെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായെങ്കിൽ അത് ഡോക്ടറോട് പറയേണ്ടത് പ്രധാനമാണ്. കാരണം നമ്മൾ കൂടുതലായി ഇത്തരം ജെർമലൈൻ മ്യൂട്ടേഷൻസും പാരമ്പര്യമായി വരുന്ന ക്യാൻസറുകളെയൊക്കെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിസർച്ചിലൂടെ. അതുകൊണ്ട് ഫാമിലി ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ ഈ പാരമ്പര്യമായി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സംശയം ചോദിക്കണം. അതായത് ഒരു ക്യാൻസർ പാരമ്പര്യമായി വരണമെന്ന് ഉണ്ട്, എന്ന് വരുന്നതാണ്. പക്ഷേ ഇന്ന ക്യാൻസർ തന്നെ വരണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയാൻ നമുക്ക് പറ്റും? ഇപ്പോൾ കുഞ്ഞുങ്ങളിലായാലും ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസർ തന്നെ കുഞ്ഞിന് വരാനുള്ളൊരു സാധ്യതയും ഉണ്ടോ? സാധ്യത ഒരു തരത്തിലുണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഫാമിലിയിൽ ഒരാൾക്ക് പാരമ്പര്യമായി ക്യാൻസർ വരുന്ന ഒരു ജനറ്റിക് ചേഞ്ച് അഥവാ മ്യൂട്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസസിലാണെങ്കിൽ BRCA എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ ആണ് ഈ ക്യാൻസർ ഉണ്ടാവാൻ കാരണം പാരമ്പര്യമായിട്ട്. അപ്പൊ അത് മദർ ടു ചൈൽഡ് അല്ലെങ്കിൽ അങ്ങനെ പാസ് ചെയ്തു വരാം. അപ്പൊ BRCA മ്യൂട്ടേഷൻ ഉള്ള ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല വേറെ ക്യാൻസേഴ്സും വരാം, ഓവറിയിലും ക്യാൻസർ വരാം. അതേപോലെ വേറൊരു ക്യാൻസർ കോസിംഗ് മ്യൂട്ടേഷൻ ഉണ്ട്, P53 എന്ന് പറയുന്നത്. ആ ഒരു മ്യൂട്ടേഷൻ ഉള്ള പേഷ്യൻസിന് പലതരത്തിലുള്ള ക്യാൻസേഴ്സ്, ചിലപ്പോൾ ലുക്കീമിയ വരാം, ചിലപ്പോൾ വയറിനകത്തുള്ള ക്യാൻസേഴ്സ് വരാം. സോ ഒരാൾക്ക് പാരമ്പര്യമായി വന്ന അതേ ക്യാൻസർ തന്നെ ഫാമിലിയിൽ വന്നോളണം എന്നില്ല. അതുകൊണ്ടാണ് ഹിസ്റ്ററിയിൽ ഒരു പെർട്ടിക്കുലർ ക്യാൻസറിന്റെ ഹിസ്റ്ററി മാത്രമല്ല, എല്ലാവർക്കും എന്തൊക്കെ ക്യാൻസറുകൾ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി നമ്മൾ ചോദിക്കുന്നത്. ഇനി നമ്മൾ ഈ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കീമോ, റേഡിയേഷൻ, സർജറി, ഇതൊക്കെയാണ് ക്യാൻസറിന് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ള ചികിത്സാ രീതികൾ. ഇതൊക്കെ തന്നെയാണോ കുഞ്ഞുങ്ങളിലും നൽകേണ്ടത്? ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നതിന് പരിശോധന എങ്ങനെയാണെന്നുള്ള ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ആ വലിയ ആളുകൾക്കുള്ള പോലെ തന്നെയാണ്. അപ്പോൾ ഈ ചികിത്സയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണോ കുഞ്ഞുങ്ങളിലും വേണ്ടത്? അതെ, കുട്ടികളിലും കീമോതെറപ്പി, സർജറി, റേഡിയേഷൻ തന്നെയാണ് ക്യാൻസറിനുള്ള ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചികിത്സാ രീതികൾ. പക്ഷെ കുട്ടികളിലാവുമ്പോൾ അവരുടെ പ്രായം, അവരുടെ തൂക്കം, അവരുടെ വളർച്ച ഇതൊക്കെ പരിഗണിച്ച് സങ്കീർണമായ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ടാവും ഈ തരം ട്രീറ്റ്മെന്റ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം റേഡിയേഷൻ അതിന് കുറെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും, എസ്പെഷ്യലി വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ. അപ്പൊ അതിന്റെ ഡോസ് അത് ഏത് സമയത്ത് കൊടുക്കും, ഇതിനൊക്കെ നമുക്ക് പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ ചില കീമോതെറപ്പി അതിന് ഹാർട്ടിന്റെ മുകളിൽ ഇഫക്റ്റ് ഉണ്ടാവാം, പ്രത്യേകിച്ചും കുട്ടികളിൽ. അങ്ങനെയാവുമ്പോൾ അതിന്റെ ഡോസ് നമ്മൾ ഇതിന് മുകളിൽ കുട്ടികൾക്ക് കൊടുക്കില്ല. അങ്ങനെ പല പ്രോട്ടോകോൾസും ഉണ്ട്. ഇപ്പോ ഈയിടെയായി നമ്മള് കുറെ ആധുനികമായ ചികിത്സാ രീതികൾ വലിയവരുടെ ക്യാൻസറുകളിൽ ഒരുപാട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിന്റെ പേരുകളാണ് ഇമ്മ്യൂണോതെറപ്പി, ടാർഗറ്റഡ് തെറപ്പി. ഇതൊക്കെ ഈ തരം ചികിത്സകൾ പാർശ്വഫലങ്ങൾ അഥവാ സൈഡ് ഇഫക്ട്സ് കുറവാണെന്നുള്ളതാണ്, പിന്നെ അതിന്റെ ഇഫക്റ്റ് കൂടുതലാണെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഈ തരം ചികിത്സാ രീതികളും ഇപ്പൊ കുട്ടികളിലും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു ചികിത്സ പറയുമ്പോൾ ഈ കീമോ ആയാലും അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ക്യാൻസർ പേഷ്യൻസിൻ്റെയൊക്കെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാവുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അവരുടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് പറ്റാതാവുന്നുണ്ട്, വളരെ തളർച്ച വരും, ക്ഷീണം വരും, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചികിത്സാ രീതികളൊക്കെ കുഞ്ഞുങ്ങളിലും ചെയ്യുമ്പോൾ ഈ വളർച്ച ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബാധിക്കുമോ? കുഞ്ഞുങ്ങളുടെ വളർച്ച, വളരെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവരുടെ ഒരു വളരുന്ന ഒരു പ്രായത്തിലൊക്കെ ഇത് വരികയാണെങ്കിൽ ഈ ചികിത്സകളും അങ്ങനത്തെ ഈ കീമോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വളർച്ച ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായും കുട്ടികളുടെ ശരീരം തന്നെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണല്ലോ ആ ഒരു ആദ്യത്തെ 18 കൊല്ലം. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സും ലേറ്റ് ഇഫക്ട്സ് അഥവാ നമ്മൾ ദീർഘകാല സൈഡ് ഇഫക്ട്സ് ഓർ പാർശ്വഫലങ്ങൾ എന്ന് പറയാം, അത് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ശാരീരിക വളർച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും റേഡിയേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഉയരം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പല്ലിന്റെ ഡെവലപ്മെന്റിൽ വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. ശാരീരിക വളർച്ച വിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ സ്പെസിഫിക്കലി നോക്കുന്ന ചില സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് ഇന്റലക്ച്വൽ ലേറ്റ് ഇഫക്ട്സ് എന്ന് പറയും, അഥവാ ബൗദ്ധിക വികാസത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പ്രത്യേകിച്ചും തലച്ചോറിനെ അഫക്ട് ചെയ്യുന്ന ട്യൂമേഴ്സിന്റെ സർജറി, റേഡിയേഷന് ശേഷം ഓർമ്മശക്തി, പഠന ശേഷിയൊക്കെ ബാധിച്ചേക്കാം. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഫെർട്ടിലിറ്റി അഥവാ പ്രത്യുത്പാദന ശേഷി. ചില കെമോതെറപ്പി മെഡിസിൻസിനും റേഡിയേഷനും ഒക്കെ ഭാവിയിൽ പ്രത്യുത്പാദന ശേഷിയെ ബാധിച്ചേക്കാം. പിന്നെ പ്രത്യേകിച്ചും കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ വലിയവരിൽ ഇതിന് ഒരുപാട് സ്റ്റഡീസും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികളിലും ഈ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയും, മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആശുപത്രിവാസം. അത് കുട്ടികളിലും ആങ്സൈറ്റി, ഡിപ്രഷൻ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ശാരീരിക വളർച്ച വിട്ട് ഈ തരത്തിലുള്ള ലേറ്റ് ഇഫക്ട്സ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ. ഈ അർബുദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മാറാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്, നമുക്ക് അങ്ങനെ പറയാൻ നോക്കുമ്പോൾ? അതോ ഏത് ക്യാൻസറാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതിനെ ക്രമീകരിച്ചിരിക്കുമോ? ഈ ഒരു കാര്യം, അതായത് നമ്മൾ പൂർണ്ണമായി ക്യാൻസർ മാറുക അഥവാ സർവൈവൽ എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിലാണ് പീഡിയാട്രിക് ഓങ്കോളജി അഡൽട്ട് ഓങ്കോളജിയായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളത്. കാരണം കുട്ടികളിലുള്ള ഓവറോൾ സർവൈവൽ ആഫ്റ്റർ ഓൾ ക്യാൻസേഴ്സ് അത് ഒരു നല്ല ശതമാനമാണ്. അതായത് നമ്മൾ വികസിത രാജ്യങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ 80% കുട്ടികൾ അവർക്ക് ഒരു പ്രാവശ്യം ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭേദമായി അവർ ലോങ് ടേം പൂർണ്ണമായി സുഖം പ്രാപിച്ച് ലോങ് ടേം ലൈഫ് അവർക്കുണ്ടാവും. ഇന്ത്യയിലായാലും പല മികച്ച ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിലും ലുക്കീമിയ പോലെയുള്ള ക്യാൻസേഴ്സിൽ 70-80% രോഗമുക്തി അഥവാ ക്യൂർ റേറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് മെഡിക്കൽ ലിറ്ററേച്ചറിൽ. പക്ഷെ എത്രയും നേരത്തെ രോഗനിർണയം നടത്താൻ പറ്റുമോ, എത്ര കറക്റ്റായ ചികിത്സ കൊടുക്കാൻ പറ്റുമോ, ഇതാണ് രോഗമുക്തിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യ പോലത്തെയുള്ള വികസ്വര രാഷ്ട്രങ്ങളില് ഈ രോഗം ഭേദമാവാനുള്ള സാധ്യത കുറവാവാനുള്ള ഒരു കാരണം ഇതാണ്. അതായത് ലേറ്റ് ഡയഗ്നോസിസ് ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അതായത് സമയത്തിന് ഡയഗ്നോസിസ് ആയില്ല, അഡ്വാൻസ് സ്റ്റേജ് ആയി, പിന്നെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, പല കാരണങ്ങളും ഉണ്ട്. ഈ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഈ ഫോളോ അപ്പ് വളരെ പ്രധാനപ്പെട്ടാണല്ലോ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗത്തിന് ശേഷം അതിൻ്റെ ചികിത്സാ രീതികളെല്ലാം കഴിയുമ്പോൾ പിന്നീട് കാണിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് തുടരേണ്ട ഒരു ഫോളോ അപ്പ് അത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ. അത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും എങ്ങനെയാണ്? മറ്റ് ഉള്ള മുതിർന്നവർക്കുള്ള ക്യാൻസറിന് ചികിത്സയ്ക്ക് ശേഷമുള്ള ഫോളോ അപ്പ് രീതി തന്നെയാണോ ഈ കുഞ്ഞുങ്ങളിലും വരുന്നത്? കുട്ടികളിലും ചികിത്സ പൂർത്തിയാക്കിയാലുള്ള ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞ സമയത്ത് ചെയ്യണം. ഇത് രോഗം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലേറ്റ് ഇഫക്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനും കൂടിയാണ് ഈ ഫോളോ അപ്പ്. സോ നമ്മൾ അഡൽട്ട് പേഷ്യൻസിലാണെങ്കിൽ മോസ്റ്റ്ലി അതൊരു തിരിച്ചു വരുന്നുണ്ടോ ക്യാൻസർ എന്ന് നോക്കാനുള്ള ഒരു ഫോളോ അപ്പ് ആണെങ്കിലും കുട്ടികളിൽ ആ ട്രീറ്റ്മെന്റിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് അത് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഫോളോ അപ്പ്. ഈ അർബുദ ചികിത്സയ്ക്ക് ശേഷം ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഭക്ഷണ കാര്യത്തിലായാലും മറ്റേതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ശ്രദ്ധ നൽകേണ്ടത്? സോ നമ്മൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ അവർക്ക് ചികിത്സയുടെ സൈഡ് ഇഫക്ട്സ് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാം. സോ ഭക്ഷണത്തില് പ്രോട്ടീനിന്റെ അംശം, വൈറ്റമിൻസിന്റെ അംശം ഇതൊക്കെ നല്ല അളവിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്. ഇതിന്റെ പുറമെ ഈ ചികിത്സിക്കുന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും പേഷ്യൻസിന്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം, വേവിച്ച ഭക്ഷണം, ഇതൊക്കെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, അതായത് ഈ മുതിർന്നവരിലെ ക്യാൻസർ ചികിത്സിക്കുന്ന ഡോക്ടറിനും കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിനും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്? ഡോക്ടർ ആദ്യം കുറച്ച് മുമ്പേ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് രോഗം എത്രത്തോളം മാറും എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്ന ഡോക്ടറാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
മുതിർന്നവരിലെ ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിനും കുട്ടികളുടെ ഡോക്ടറിനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ആയിട്ട് സ്പെസിഫിക്കലി നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താ വെച്ച് കഴിഞ്ഞാല് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര ഫാക്ടറാണ്. കാരണം കുട്ടികൾക്ക് അവരുടെ വേദന, അവരുടെ ബുദ്ധിമുട്ടുകള് കറക്റ്റായിട്ട് വിവരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓഫൻ അവരുടെ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ പേരൻസിലാണ് ഇതിന് റിലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ലേഷന്റെ അല്ലെങ്കിൽ ആ ഒരു പാസേജ് ഓഫ് ഇൻഫർമേഷന്റെ ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. കാരണം കുട്ടിക്ക് തോന്നുന്നതാണോ അതോ കുട്ടിക്ക് തോന്നുന്നത് പാരന്റ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണോ നമ്മൾ കേൾക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ളത് നേരിട്ട് അറിയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആവും ഡയഗ്നോസിസ് ചെയ്യാൻ. പിന്നെ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു അഡൽട്ട് പേഷ്യന്റ് പോലെയല്ല, അതൊരു യൂണിറ്റ് അല്ല. കുട്ടിയും കുട്ടിയുടെ കൂടെയുള്ള ആ നിയർ ഫാമിലി, അത് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഗ്രാൻഡ് പേരൻസും, ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ആ ഫുൾ യൂണിറ്റിനെയാണ് ഓഫൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ രോഗത്തിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ പ്യുവർലി നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആസ്പെക്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ച മാക്സിമം എത്ര പറ്റാവുന്നത്ര തടസ്സപ്പെടുത്താത്തത്ര രീതിയിൽ ആ ചികിത്സ ക്രമീകരിച്ചു കൊണ്ടുപോകാന്നുള്ളതും ഒരു ചാലഞ്ചാണ്. വലിയ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് ആണ്. ഈ കുഞ്ഞുങ്ങളിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എല്ലാവർക്കും ഒരു പേടിയോടുകൂടി മാത്രമേ അത് കേൾക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കറിയാം അത് അത്രത്തോളം, ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന, അവരുടെ ആ പോകുന്നൊരു മാനസികാവസ്ഥ, അതൊക്കെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിലെ ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ഡോക്ടർ പറഞ്ഞു തന്നതിന്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഞാനും ഈ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ ഒരു എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനും ഒരു അവസരം തന്നതിന് സീ മലയാളത്തിനോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ. ബംഗളൂരുവിലെ രാമയ്യ മെമ്മോറിയൽ ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രശ്മി പാലിശ്ശേരിയാണ് നമ്മളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നത്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.